പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, യെശയ്യാവ് 32:7-8 വാക്യങ്ങളിൽ പ്രവാചകൻ പറയുന്ന ബുദ്ധിപദേശം എന്താണെന്ന് നമുക്ക് കേൾക്കാം. ദരിദ്രൻ ന്യായമായി സംസാരിച്ചാലും എളിയവനെ വ്യാജവാക്കുകൊണ്ട് നശിപ്പിപ്പാൻ അവൻ ദുരുപായങ്ങളെ നിരൂപിക്കുന്നു. ഉത്തമനോ ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു, ഉത്തമ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഇവണ്ണം എഴുതപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തൻ പറഞ്ഞതായ വ്യക്തി ജീവിതങ്ങളെ ചിലർ വെറും നിസ്സാരന്മാരായി കാണുകയും അങ്ങനെയുള്ളവർക്കെതിരെ ദുരുപായങ്ങൾ നിരൂപിക്കുകയും ചെയ്യുന്നത് നമുക്ക് യോജിച്ചതാണോ? ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നീതിക്കും ന്യായത്തിനും വേണ്ടി നിൽക്കുകയും അനീതിക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്നവരുടെ ന്യായത്തെ മറിച്ചു കളയുവാൻ ശ്രമിക്കുന്ന തന്ത്രശാലികളായ മനുഷ്യർ എവിടെയാണില്ലാത്തത്? ദൈവസഭയ്ക്കകത്ത് പോലും ഇത്തരം സ്വഭാവക്കാർ കാണപ്പെടുമ്പോൾ നേരോട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നീതി കിട്ടാതെ വരുമ്പോൾ അവരുടെ നൊമ്പരം അറിയുന്നവൻ സ്വർഗത്തിൽ ഉള്ളപ്പോൾ അവർക്ക് ആരെ പേടിക്കണം? അനീതിക്കും അന്യായത്തിനും മുഖപക്ഷത്തിനും ആരെല്ലാം അവർക്കെതിരെ കൂട്ടുനിന്നാലും നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്ന നീതിമാനായ ദൈവം അവർക്ക് വേണ്ടി എപ്പോഴും താങ്ങും തണലുമായി അവരുടെ കൂടെ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല. അവനവൻ കുഴിക്കുന്ന കുഴി അവനവന് തന്നെ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. താനൊരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നൊരു വചനവും ഉണ്ടല്ലോ. അതുകൊണ്ട് 2 കൊരിന്ത്യർ 5:10 പറയുന്ന പ്രകാരം ദൈവസന്നിധിയിൽ നാം നിൽക്കേണ്ടവരാകയാൽ നിനക്കൊരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് വെറുതെ ശണ്ട കൂടുവാൻ പോകരുത്. മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നതെന്ന് യെശയ്യാവ് 7:13 പറയുന്നുണ്ട്. നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്ന നീതിമാന്മാർക്കും നിഷ്കളങ്കന്മാർക്കും നേരുള്ളവർക്കും അനീതി എവിടെ കണ്ടാലും ഇഷ്ടപ്പെടുകയില്ല എന്ന സത്യാവസ്ഥ ഇനിയെങ്കിലും സഭയ്ക്കകത്തുള്ളവരും സമൂഹത്തിലുള്ളവരും തിരിച്ചറിയണം. നമ്മളുടെ അഹംഭാവവും അസൂയയും ഇത്തരക്കാരെ പരസ്യമായും രഹസ്യമായും കൊച്ചാക്കലും ഒക്കെ നിർത്തിയാൽ നമുക്ക് നല്ലത്. ഞാൻ എന്തോ ആണെന്ന ഭാവവും ഭാവപ്രകടനവും ഒരിക്കലും ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മളുടെ ഉന്നത ഭാവങ്ങളെ വെടിഞ്ഞ് ദൈവസന്നിധിയിൽ താഴ്വാൻ നോക്കാം. എങ്കിൽ മാത്രമേ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏതൊരു കാര്യത്തിലും ഉയർത്തുകയുള്ളൂ. ലൂക്കോസ് 18:9-14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാനും അത് മനസ്സിലാക്കി നമ്മുടെ വിശ്വാസ ജീവിത നിലവാരങ്ങളെ മെച്ചപ്പെടുത്തുവാനും നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിലപ്പെട്ട സന്ദേശം ഇവിടെ നിർത്തുന്നു. ആമേൻ.